നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അങ്ങനെ സഹീഹായ നിലക്ക് ഖിദ്ർ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് മുസ്ലിമിലെ ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ നമ്പർ പറയൂ, വായിച്ചർത്ഥം പറയൂ. ആരുടെയെങ്കിലും യുഖാലു ഖീൽ എന്നും വേണ്ട. യുഖാലു ഖീലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സനദും വേണം. വിശ്വാസപരമായ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ഒരു അബൂ ഇസ്ഹാഖ് റഹിമഹുള്ളയുടെ ഉദ്ധരണി മാത്രം പോരാ, അത് നബിയിലേക്ക് എത്തുന്ന സനദ് വേണം. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. എന്താണ് സലഫി നിങ്ങൾ ഉസ്താദിന്റെ ക്ലിപ്പ് ഇവിടെ വെക്കാതിരുന്നത്? എന്തിനാണ് സലഫി നിങ്ങൾ മുജാഹിദീങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഉസ്താദ് സഹിയായ സനദോടുകൂടിയുള്ള ഹദീസുകൾ വായിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് വെച്ചില്ല? എന്തിനാണ് നിങ്ങളിങ്ങനെ തട്ടിപ്പ് നടത്തുന്നത്? ധൈര്യമുണ്ടെങ്കിൽ സലഫി നിങ്ങൾ ഇതിന് വീണ്ടും ഒന്ന് മറുപടി പറയും. ഇസ്ലാം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖിദ്ർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ മൗലവി? അത് ഇതുപോലല്ല. കാരണം കുറെ മുമ്പേ ഉള്ള ആളാ ഖിദ്ർ നബി. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ട്. ഖിദ്ർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞതാ അടുത്ത വരവിന് ഓതണ ആയത്ത് അല്ലേ? ഓതണ ഹദീസ്. ഖിദ്ർ നബി വഫാത്തായി ഓതണം ആയത്ത്, ഓതണം ഹദീസ്. ഇല്ലെങ്കിലേ പാട്ട് പാടിയാ മതി, മതം പറയണ്ട കേട്ടോ. പാട്ട് പാടിയാ മതി, അല്ലെങ്കിൽ ആയത്തോട്. ഖിദ്ർ നബി വഫാത്തായി ആയത്തോട് അല്ലെ? ഖിദ്ർ നബി വഫാത്തായി ഒരു ഹദീസോ അല്ലെ? പാട്ട് പാടിക്കോ. അതൊന്ന് വെച്ചുകൊടുത്താവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു. പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ, ഔലിയായിന്റെ പേരിൽ വേണോ, മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യന്റെ ഒരു ഹാല്. മതം പറയാൻ നടക്കണോ? ഖിദ്ർ നബി വഫാത്തായി അല്ലേ? ഞങ്ങള് സഹീഹ് മുസ്ലിം, ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. സഹീഹ് മുസ്ലിം എന്താ ഉള്ളത്? ദജ്ജാലിനോട് പടപൊരുതാൻ വരുന്ന ഒരു മഹാൻ, ദജ്ജാലി അദ്ദേഹത്തെ അറുത്തുകളയും പിന്നെയും ഹയാത്താക്കും, പിന്നെയും അറുക്കാൻ ശ്രമിക്കും, സാധിക്കൂല. ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു ഫലാ യുസല്ലതു അലൈഹി. ദജ്ജാലിന് പിന്നെ നടക്കൂല. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. അബൂ ഇസ്ഹാഖ്. ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയ പണ്ഡിതന്മാരെ ഉസ്താദുമാര് പറയാണ്, യുഖാലു ഇന്ന ഹാദർ റജുല ഹുവൽ ഖദിർ അലൈഹിസ്സലാം. ദജ്ജാൽ കത്തികൊണ്ടറുക്കുന്ന മനുഷ്യൻ ഖദിർ അലൈഹിസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ദജ്ജാൽ വന്നാലും ഖിദ്ർ നബിയുടെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിലുണ്ടേ മൗലവി. ഉമർ മൗലവിന്റെ സെൽസബീൽ വായിച്ച മതം മനസ്സിലാവൂല. ബുഖാരിയും മുസ്ലിം ഒക്കെ ഓതിപ്പടിക്കണം. ഇനി നിങ്ങൾക്ക് അതാ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണണോ? അതേ ബിസനദിൻ സഹീഹിൻ, സഹീഹായ പരമ്പര കൊണ്ട് തന്നെ. അൻദിയാഹ് ഇബ്നു ഉബൈദ ബിസനദിൻ സഹീഹിൻ അൻദിയാഹ് ഇബ്നു ഉബൈദ ഖാല ഖറജ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇല സ്വലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശേഷം 100ഓളം കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ പോവാണ്. വശൈഖും മുതവക്കിയുൻ അലാ യദിഹി, മൂപ്പര കൈമ ചാരിയിട്ട് ശൈഖിനെയും കാണുന്നു. ഫഖുൽതു ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇന്ന ഹാദ ശൈഖ ജാഫിൻ, ഭരണാധികാരിയും വലിയും ഇമാമുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കയ്യൊലു ഇങ്ങനെ ചാരിയിട്ട് പോകുന്ന ഈ ശൈഖന്റെ ഒരു ശരിയായ അദബ് കാണിക്കാത്ത ഒരു പരുക്കനായ ഒരാള്. ഫലമ്മാ സല്ലാ, നിസ്കാരം കഴിഞ്ഞു, ദഖല ലഹിഖതുഹു, അതേ നിസ്കാരം കഴിഞ്ഞ് മൂപ്പരങ്ങ് കടന്നു. ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കടന്നു. ലഹിഖ്തു, ഞാൻ തങ്ങളെ കൂടെ തന്നെ ചെന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അസ്ലഹല്ലാഹുൽ അമീർ, അമീറിനുള്ള ഗുണം തരട്ടെ. മനി ശൈഖുല്ലദീ കാന യത്തഖി വലാ യദിക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ നിങ്ങളെ കൈപിടിച്ച ശൈഖാരായിരുന്നു. അലയാ റിയാഹ് റഅയ്തഹു, നിങ്ങൾ അയാളെ കണ്ടോ? റിയാഹേ. ഖുൽതുനാം, ഞാൻ പറഞ്ഞു കണ്ടു. അലമാ അസ്ബിക ഇല്ലാ റജുലൻ സാലിഹ, നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഖദിർ, അത് എന്റെ സഹോദരൻ ഖദിർ അലൈഹിസ്സലാമാണ്. റിയാഹേ അതാരീഫ അഅലമനി അന്നി സഅലി അംറ ഹാദിഹിൽ ഉമ്മ വഅന്നി സഅദുലു ഫീഹാ. ഇപ്പോൾ ഞാൻ
ഗവർണറാണല്ലോ, ഇനി ഞാൻ ഭരണാധികാരി തന്നെ പിന്നീടാകുമെന്ന് ഖിളിർ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീതിയോടെ ഭരണം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സഹീഹായ പരമ്പരയിൽ ഹദീസ് ഞങ്ങൾ കിതാബിൽ കാണുന്നു. മൗലവിമാരെ, ഖിളിർ നബിയെ കണ്ടവരും കൈപിടിച്ചവരും എത്ര. ഖിളിർ അലൈഹിസ്സലാം ദജ്ജാൽ വരുന്നത് വരെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിൽ തന്നെയും മുസ്ലിമിന്റെ ഉദ്ധരണിയിൽ തന്നെയും നമ്മൾ കാണുന്നു. എന്നിട്ട് നിങ്ങൾ വിവരക്കേട് വിളമ്പിയില്ലേ മൗലവി? ഖിളിർ അലൈഹിസ്സലാമിനെ കാണൂല, പറയൂല, അത് അമ്പിയാക്കളെ കുറിച്ച് കളവ് പറഞ്ഞതാണെന്ന് വിവരക്കേട് പറഞ്ഞില്ല മൗലവി. ഖിളിർ നബി നിങ്ങളെ കൈവന്ന് പിടിച്ചിട്ട് ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാൻ, ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാനെന്ന് സലഫിയോട് ചോദിക്കുമ്പോ സലഫിനെ കൊണ്ടുവരുന്ന മുജാഹിദീങ്ങളെ മഹസറയിൽ നിന്ന് വിറച്ചിട്ട് മിണ്ടാൻ കഴിയുമോ?